ഹായ് പാട്രിയറ്റ് എന്ന മൾട്ടി സ്റ്റാർ മൂവി ഇപ്പോൾ തിയേറ്ററുകളിൽ വൻ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് 60 കോടി നേടിയ സിനിമ 4-ാം ദിവസമായ തിങ്കളാഴ്ച വമ്പൻ വീഴ്ചയാണ് വീണിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,85,00,000 മാത്രമാണ് തിങ്കളാഴ്ച ദിവസം സിനിമ കളക്ട് ചെയ്തത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 3,20,00,000 മാത്രമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാനായത്. വലിയൊരു വീഴ്ച എന്ന് തന്നെ പറയാം. 5-ാം ദിവസമായിട്ടുള്ള ഇന്നലത്തേതിനേക്കാളും കളക്ഷൻ ഇടിവാണ് കാണിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ പല മണിക്കൂറിലും 2,000 പോലും ടിക്കറ്റുകൾ വിറ്റ് പോകുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 3,20,00,000 നേടിയ സിനിമ ഇന്ന് അതിനും താഴേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് ഈ ഗതി വന്നത്? എന്തുകൊണ്ട് പാട്രിയറ്റ് എന്ന സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നില്ല? എന്തുകൊണ്ട് അവരിൽ നിന്നും സിനിമ അകന്നുപോയി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോ പല ഇന്റർവ്യൂവും വരുന്നുണ്ട് മഹേഷ് നാരായണന്റെ. അതിൽ ചോദ്യകർത്താവ് കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന്. അത് മഹേഷ് നാരായണനും ടീമിനും മനസ്സിലായി എന്നുള്ളത് മഹേഷ് നാരായണന്റെ ഉത്തരത്തിൽ നിന്ന് കൃത്യമായി നമ്മൾക്കും മനസ്സിലാവുന്നുണ്ട്. അവർ പ്രധാനമായും ചോദിക്കുന്നതും അതുപോലെ പറയുന്നതും മോഹൻലാലിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് അവസാനം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അത് പല ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. മഹേഷ് നാരായണൻ പറയുന്നു, എന്റെ കഥയിൽ സ്റ്റാറുകളില്ല, കഥയിലൂടെ മാത്രമാണ് ഞാൻ സഞ്ചരിച്ചിരിക്കുന്നത്, ആ കഥാപാത്രത്തിനാണ് അത് സംഭവിച്ചിരിക്കുന്നത്, പല ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ മഹേഷ് നാരായണൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൽ സാർ എന്നെ വിളിച്ചിരുന്നു, എന്താണ് പ്രശ്നം, മോഹൻലാലിന്റെ കഥാപാത്രത്തിന് സംഭവിച്ച കാര്യമാണോ ഈ സിനിമയ്ക്കുണ്ടായ പ്രശ്നം എന്ന് കമൽ സാർ ചോദിച്ചു എന്നും മഹേഷ് നാരായണൻ പറയുന്നുണ്ട്. അപ്പോൾ സിനിമ പരാജയപ്പെടാൻ അല്ലെങ്കിൽ സിനിമ വേണ്ട വിധം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം മോഹൻലാലിന്റെ ക്യാരക്ടറാണ്, മോഹൻലാലിന്റെ ക്യാരക്ടറിന് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് എന്ന് മഹേഷ് നാരായണൻ പറയാതെ പറയുന്നുണ്ട്. ഭൂരിഭാഗം സമയവും മോഹൻലാലിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതിന് സംഭവിച്ചു പോയ കാര്യങ്ങളെ കുറിച്ചാണ്. മോഹൻലാൽ സന്തോഷപൂർവ്വമാണ് അത് സമ്മതിച്ചത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. തീർച്ചയായും ആ കഥാപാത്രത്തിന് അവസാനം സംഭവിക്കുന്ന കാര്യം പ്രേക്ഷകർ ഉൾക്കൊള്ളും, അതിലൊരു തെറ്റുമില്ല. മോഹൻലാൽ അതിന് സമ്മതിച്ചത് പുള്ളി ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ടാവും. ആ രീതിയിൽ മഹേഷ് നാരായണന് ഒരുക്കി വെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അല്ലെങ്കിൽ മഹേഷ് നാരായണൻ ഉദ്ദേശിച്ച രീതിയിൽ മോഹൻലാൽ ആ ക്യാരക്ടറിനെ കണ്ടത് പ്രേക്ഷകരും അത് അംഗീകരിച്ചേനെ. ആ സംഭവിക്കുന്ന കാര്യം വളരെ നല്ല രീതിയിൽ എടുത്തിരുന്നു എങ്കിൽ. പക്ഷെ മഹേഷ് നാരായണൻ അത് കൃത്യമായി എടുത്തു വെക്കാൻ സാധിച്ചിട്ടില്ല. പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടുന്നത് പോലെ എടുത്തു വെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. സിനിമയുടെ അവസാന ഭാഗങ്ങൾ വലിയ ശോകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ ക്യാരക്ടറിന് സംഭവിക്കുന്നത് മാത്രമല്ല, ആ സംഭവത്തോടുകൂടി പ്രേക്ഷകർ നിശബ്ദരായി. അതിനുശേഷമാണ് ക്ലൈമാക്സ് വരുന്നത്. ക്ലൈമാക്സ് അതിനേക്കാളും വലിയ ദുരന്തമായി പ്രേക്ഷകർ ആകെ തകർന്നുപോയി. ഇതൊക്കെയാണ് സിനിമയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ. തീർച്ചയായും മഹേഷ് നാരായണൻ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് വെച്ച് ഒരു സിനിമ ചെയ്യുന്നു. പാട്രിയറ്റ് എന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ വലിയ താരങ്ങളാവണം എന്നൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇവരെ വിളിച്ചത്? സിനിമയ്ക്ക് വലിയ മുടക്കുമുതൽ ആവശ്യമാണ്. ആ മുടക്കുമുതൽ തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് താരങ്ങളെ വേണം, സിനിമയിൽ താരങ്ങൾ വേണ്ട. പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് മഹേഷ് നാരായണൻ സിനിമയാണ് എന്ന് പറഞ്ഞിട്ടല്ല തിയേറ്ററിലേക്ക് വരുന്നത്. ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. മഹേഷ് നാരായണൻ തന്നെ മുൻപ് ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്? ഇതൊരു മമ്മൂട്ടി ചിത്രമാണ് എന്ന് പറഞ്ഞൂടെ? മോഹൻലാൽ ഒരു ക്യാമിയോ റോളാണ് എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇത്രയും നിരാശരാവേണ്ടി വരില്ലായിരുന്നു. ഇവിടെ പാളിയത് മഹേഷ് നാരായണന് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. എന്തായാലും സിനിമ വൻ ദുരന്തമായിട്ടുണ്ട്. 140 കോടി മുടക്കിയ ഈ സിനിമയ്ക്ക് അതിന്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഷെയർ ഇനത്തിൽ അതിന്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സംഭവിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.